അറഫയുടെ താഴ്വാരത്ത് സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും വെള്ളവസ്ത്രമണിഞ്ഞ ജനസാഗരം മാത്രം. 100,000-ലധികം വരുന്ന സ്വഹാബത്ത് തികഞ്ഞ നിശബ്ദതയിൽ കാത്തുനിൽക്കുന്നു. നോക്കൂ, അദ്ദേഹം ഒട്ടകപ്പുറത്തേറുകയാണ്. അവിടുന്ന് സംസാരിക്കാൻ പോകുന്നു. അവിടെ കൂടിയിരുന്നവർ അറിഞ്ഞിരുന്നില്ല തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മുഹൂർത്തത്തിനാണെന്ന്. കൃത്യം 81 ദിവസങ്ങൾക്കപ്പുറം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രക്ഷിതാവിലേക്ക് യാത്രയാകും. എന്നാൽ അതിനു മുൻപ് ഹിജ്റ 10-ാം വർഷം ദുൽഹജ്ജ് 9-ന് 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും മുഴങ്ങുന്ന ആ വാക്കുകൾ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. വർണ്ണവിവേചനത്തെ കടപുഴക്കിയെറിഞ്ഞ വാക്കുകൾ. അറബിയും അനറബിയും വെളുത്തവനും കറുത്തവനും തുല്യരാണെന്ന് പ്രഖ്യാപിച്ച ആ നിമിഷം. പെൺകുഞ്ഞുങ്ങളെ ജീവനോട് കുഴിച്ചുമൂടിയിരുന്നൊരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകിയ, പലിശയും ചൂഷണവും നിരോധിച്ച് മനുഷ്യജീവന് പവിത്രത നൽകിയ ആ പ്രഭാഷണം. അതെ, ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വിദാ അഥവാ വിടവാങ്ങൽ പ്രസംഗം. 23 വർഷത്തെ സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായിരുന്നു ആ ദിവസം. ഹിറാ ഗുഹയിലെ ആദ്യ വെളിപാട് മുതൽ മക്കയിലെ പീഡനങ്ങളും മദീനയിലേക്കുള്ള പലായനവും ബദറും ഉഹുദും കഴിഞ്ഞ് ഒടുവിൽ പ്രതികാരമില്ലാതെ കാരുണ്യം കൊണ്ട് മക്ക കീഴടക്കിയ ചരിത്രം. ഒടുവിൽ താൻ ഹജ്ജിനു പോവുകയാണെന്ന് പ്രവാചകൻ ആ ജനസാഗരത്തെ അറിയിച്ചു. കുട്ടികളടക്കം എല്ലാവരും ആ യാത്രയിൽ പങ്കുചേർന്നു. അറഫ മൈതാനി നിശബ്ദമായി. പ്രവാചകന്റെ വാക്കുകൾ മുഴങ്ങിത്തുടങ്ങി. ജനങ്ങളെ, എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഈ വർഷത്തിനു ശേഷം ഇനിയൊരിക്കൽ കൂടി ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ കാണാൻ എനിക്ക് സാധിക്കുമോ എന്നറിയില്ല. ആ വാക്കുകൾ ഒരിടിമുഴക്കം പോലെയാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പ്രവാചകൻ നമ്മെ വിട്ടുപിരിയുകയാണോ? അവിടുന്ന് തുടർന്നു, ജനങ്ങളെ, ഈ ദിവസവും ഈ മാസവും ഈ നഗരവും എത്രത്തോളം പവിത്രമാണോ അതുപോലെ നിങ്ങളുടെ ജീവനും സ്വത്തും അഭിമാനവും പവിത്രമാണ്. പിന്നീട് ജാഹിലിയ്യ കാലത്തെ രക്തപ്പകയും പലിശയും പ്രവാചകൻ നിരോധിച്ചു. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനു മുൻപ് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹം അത് തുടച്ചു നീക്കിയിരുന്നു. അജ്ഞാനകാലത്തെ എല്ലാ പലിശ ഇടപാടുകളും ഞാനിതാ റദ്ദാക്കുന്നു. ആദ്യമായി എന്റെ പിതൃവ്യൻ അബ്ബാസിന്റെ പലിശ ഞാനിതാ വേണ്ടെന്ന് വെക്കുന്നു. അതെ, നിയമത്തിനു മുകളിൽ ആരുമില്ല എന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു. അവിടുന്ന് സ്ത്രീകളുടെ നേരെ തിരിഞ്ഞു. ഒരു കാലത്ത് മൃഗങ്ങളെ പോലെ കണക്കാക്കിയിരുന്ന, അനന്തരാവകാശമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രവാചകൻ ശബ്ദിച്ചു. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. അല്ലാഹുവിന്റെ അമാനത്തായാണ് അവരെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അവർ നിങ്ങളുടെ പങ്കാളികളാണ്. അവർ നിങ്ങളുടെ സഹായികളാണ്. ഭാര്യമാരെ തല്ലരുതെന്നും അവരോട് കാരുണ്യത്തിൽ വർത്തിക്കണമെന്നും പ്രവാചകൻ ഉപദേശിച്ചു. പിന്നീട് മനുഷ്യരാശിയെ കാലങ്ങളായി ഭിന്നിപ്പിച്ചു നിർത്തിയ വർണ്ണവിവേചനത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. ജനങ്ങളെ, നിങ്ങളുടെ നാഥൻ ഒന്നാണ്, നിങ്ങളുടെ പിതാവും ഒന്നാണ്. നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്. ആദം മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല, ദൈവഭക്തി കൊണ്ടല്ലാതെ. നിറത്തിന്റെയോ ഗോത്രത്തിന്റെയോ പേരിലല്ല, മറിച്ച് കർമ്മങ്ങളുടെ പേരിൽ മാത്രമാണ് മനുഷ്യൻ ഉയരുന്നത് എന്ന് ആ വാക്കുകൾ ലോകത്തെ പഠിപ്പിച്ചു.
ഒടുവിൽ പ്രവാചകൻ ചോദിച്ചു, ജനങ്ങളെ, എന്റെ ദൗത്യം ഞാൻ എത്തിച്ചില്ലേ? 100,000-ലധികം വരുന്ന ആ ജനസാഗരം ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, അതെ, അങ്ങ് അത് പൂർണ്ണമായും നിർവഹിച്ചിരിക്കുന്നു. ആകാശത്തേക്ക് വിരൽ ചൂണ്ടി കണ്ണീരോടെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവേ, നീ ഇതിന് സാക്ഷി. ആ പ്രസംഗം കഴിഞ്ഞ് വെറും 81 ദിവസങ്ങൾ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. എന്നാൽ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന അബൂബക്കറിന്റെ വാക്കുകൾ വിശ്വാസികൾക്ക് ആശ്വാസം പകർന്നു. 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും വർണ്ണവിവേചനവും അക്രമവും സാമ്പത്തിക ചൂഷണവും നിലനിൽക്കുന്ന ഈ ലോകത്ത് അറഫയിലെ ആ പ്രസംഗം ഇന്നും ഒട്ടേറെ പ്രസക്തമാണ്. കൊട്ടാരങ്ങളോ സ്വർണമോ അധികാരമോ ഒന്നുമില്ലാതെ മനുഷ്യനന്മയുടെ പാത മാത്രം ബാക്കി വെച്ച് കടന്നുപോയ ആ മഹാനുഭാവന്റെ സന്ദേശം, അത് ലോകം മുഴുവൻ ഇന്നും പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു.